ഇതിലെ ഫസ്റ്റ് കോമ്പൗണ്ടിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേരിട്ടിരുന്നു. ഇന്ന് നമുക്ക് പേരിടാനുള്ളത് രണ്ടാമത്തെ കോമ്പൗണ്ടിനാണ്. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ പേരിടൽ ചടങ്ങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ പേരിടൽ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും നോക്കുക, രണ്ടാമത്തെ കോമ്പൗണ്ട് ഏതാണ്? K3. K3 അലൂമിനിയമാണ് Al. പിന്നെ ഏതാണ്? ഓക്സലേറ്റ് ആണ്. C2O4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സലേറ്റ് ആണ്. C2O4 എത്ര ഉണ്ട്? 3 ഉണ്ട്. ഇതാണ് പേരിടാനുള്ളത്. അപ്പം നമ്മൾ എന്ത് നോക്കണം? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. എപ്പം പേരിടുമ്പോഴും നമ്മൾ എന്താ നോക്കേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ? അതെ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ തുടക്കം ഇയാളല്ല, വേറൊരാളുണ്ട്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ അത് പൊട്ടാസ്യമോ സോഡിയമോ ഒക്കെ ആയിരിക്കും പൊതുവേ. അപ്പോൾ കൂടുതലും നിങ്ങളുടെ കോമ്പൗണ്ടുകളിൽ പൊട്ടാസ്യം ആയിരിക്കും. K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യമാണ്. അപ്പോൾ പൊട്ടാസ്യം, അയാളെയാണ് ആദ്യം പറയേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ? കാരണം അയാളാണ് ഗേറ്റ് കീപ്പർ, അയാളാണ് അവിടെ നിൽക്കുന്ന മെയിൻ ആൾ. അയാളെ കടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അയാളെ തട്ടി മാറ്റിയിട്ട് അയാളെ പേരൊന്നും പറയാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനം കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരന്. അപ്പോൾ ഇയാളെ പേര് വേണം ഇവിടെ ആദ്യം പറയാൻ. അത് എത്രയെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അവിടെ എന്താണോ പേര് അതങ്ങ് പറഞ്ഞാൽ മതി. പൊട്ടാസ്യം, അത് 3 ആണോ 2 ആണോ 1 ആണോ അതൊന്നും പ്രശ്നമില്ല. പൊട്ടാസ്യം എങ്കിൽ പൊട്ടാസ്യം അത് തന്നെ. ഇനി എന്ത് പറയണം? പൊട്ടാസ്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ പറയരുത്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. അയാളെ നമ്മൾ അവസാനമേ പറയാറുള്ളൂ. ഇതിൻ്റെ പേരെന്താണ്? C2O4 എന്ന് പറഞ്ഞാൽ ഓക്സലേറ്റ് എന്നാണ്. അപ്പോൾ ഏറ്റ് വരുന്നതൊക്കെ നമ്മൾ ഏറ്റോ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഓക്സലേറ്റ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ഓക്സലേറ്റോ. അപ്പോൾ ഇതെന്താണ്? ഇത് 3 ഉണ്ട്. അപ്പോൾ ഈ ഓക്സലേറ്റോ അങ്ങനെയൊക്കെ ഉള്ള, അതായത് ഇത് എന്താ പറയുക, ഇതൊരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. ഇതെന്താണ്? ഇതൊരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് അങ്ങോട്ട് പഠിക്കുക. മനസ്സിലായില്ലേ? ഇതെന്താണ്? ബൈഡൻഡേറ്റ് ലിഗാൻഡാണ് എന്ന് പറഞ്ഞാൽ COOK. എല്ലാവരും പഠിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുക. ആകെ ഇനി കുറച്ച് ദിവസം ഉള്ളൂ കേട്ടോ. COO- ഇതാണ് ഈ C2O4 എന്ന് പറഞ്ഞാൽ. 2 കാർബണും 4 ഓക്സിജനും. അപ്പോൾ ഇത് ഇങ്ങോട്ടും അതിൻ്റെ ഓക്സിജൻ എടുത്ത് ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങനെയും കൊടുക്കും. മെറ്റലിലോട്ട് അലൂമിനിയത്തിലേക്ക് ഇങ്ങനെയും കൊടുക്കും. അപ്പോൾ ഇത് 2 രീതിയിലും ഇലക്ട്രോണുകളെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബൈഡൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ഒക്കെയാണ്. അപ്പോൾ അത്തരം ലിഗാൻഡുകൾ പറയുമ്പോൾ മോണോഡൻഡേറ്റ് ലിഗാൻഡ് അല്ല, ഡൈഡൻഡേറ്റ് ലിഗാൻഡുകളൊക്കെ പറയുമ്പോൾ നമ്മൾ 3 എന്നുള്ളതിന് ട്രിസ് എന്നാണ് പറയുക. എന്താണ്? ട്രിസ് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓക്സലേറ്റോ എന്ന് പറയണം. ട്രിസ് ഓക്സലേറ്റോ. ഇനി എന്ത് പറയണം? അലൂമിനിയം എന്നല്ല ഇവിടെ പറയുക. ഇവിടെ ഫ്രണ്ടിൽ ഒരാൾ വന്നത് കൊണ്ട് തന്നെ അലൂമിനേറ്റ് എന്ന് വിളിക്കണം. എന്ന് വിളിക്കണം. അലൂമിനിയത്തിന് എന്ത് വിളിക്കണം? അലൂമിനേറ്റ്. എന്തുകൊണ്ടാണ് അലൂമിനേറ്റ് എന്ന് വിളിക്കുന്നത്? നേറ്റ് എന്ന് വിളിക്കാൻ കാരണം അയാളെ ഫ്രണ്ടിൽ വേറൊരാളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇയാൾ രണ്ടാമതാണ്. അലൂമിനിയം രണ്ടാമത് വരുമ്പം അലൂമിനേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇരുമ്പാണെങ്കിലോ ഫെറേറ്റ് എന്നാണ് പറയുക. അപ്പോൾ കൊബാൾട്ട് ആണെങ്കിലോ കൊബാൾട്ടേറ്റ് എന്നാണ് പറയുക. അപ്പോൾ നിക്കലാണെങ്കിലോ നിക്കലേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ക്രോമിയം ആണെങ്കിലോ ക്രോമേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഏറ്റ് ഞാൻ ഏറ്റു. അപ്പോൾ ഏറ്റ് എന്നാണ് അവിടെ അവസാനം പറയേണ്ടത്. ഇനി അതിൻ്റെ ചാർജ് പറയണം. എങ്ങനെയാണ് ചാർജ് കൂട്ടുക? അതല്ലാത്ത എല്ലാവരുടെയും ചാർജ് കൂട്ടുക. അപ്പം ഇവിടെ ഓക്സലേറ്റിൻ്റെ ചാർജ് -2 ആണ്. അങ്ങനത്തെ 3 ഓക്സലേറ്റ് ഉണ്ട്. അപ്പം -2 അപ്പം വരിക -6 ആണ്. ഓക്സലേറ്റിൻ്റെ ചാർജ് എന്താ വരിക? -6 ആണ്. ഓക്സലേറ്റിൻ്റെ ചാർജ് എന്താണ് വരിക? -6 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്സലേറ്റിൻ്റെ ചാർജ് നമ്മൾ വരുന്നത്, ഒറ്റ മിനിറ്റ്, ഞാനൊരാൾക്ക് ഒരു ലിങ്ക് അതിനകത്ത് സെൻഡ് ചെയ്യാനുണ്ട്. ആരോ ജോയിൻ ആവാൻ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പം നമ്മൾ അതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സലേറ്റ് അലൂമിനേറ്റ്. ഓക്സലേറ്റിൻ്റെ ചാർജ് ഞാൻ പറഞ്ഞു -2 ആണ്. അപ്പം 3 -2 ഉണ്ട്. അപ്പം -6. ഈ പൊട്ടാസ്യത്തിൻ്റെ ചാർജ് എന്താണെന്ന് അറിയാം? +1 ആണ്. പൊട്ടാസ്യം എത്രയിലാണ്? +1 അങ്ങനെ എത്ര +1 ഉണ്ട്? 3 +1 ഉണ്ട്. അപ്പോൾ +1 എന്ന് പറഞ്ഞാൽ +3 ആയില്ലേ? അപ്പോൾ ഇവിടെ +3 ആയി, ഇവിടെ -6 ആയി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. +3 -6. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? +3യും -6 കൂടി ആഡ് ചെയ്യുമ്പോൾ -3 എന്നാണ് വരിക.
അപ്പം എല്ലാവരുടെ ചാർജും കൂട്ടിയപ്പോൾ -3. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് +3 ആണ് അലൂമിനിയത്തിന് വരിക. അപ്പോൾ അലൂമിനിയത്തിന് ഇവിടെ ചാർജ് കണ്ടുപിടിക്കലൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ പ്ലസ് ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു സംഭവം വരും. പിന്നെ ഇങ്ങനെയാണ് പേരിടുക. അപ്പം ഞാൻ ഒന്നുകൂടി പേരിട്ട് തരാം, നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. അപ്പം ഇങ്ങനെ ഈ കോമ്പൗണ്ടൊക്കെ ഇതേപടി റിപ്പീറ്റ് അടിക്കാറുണ്ട്. K3 അലൂമിനിയം. തൽക്കാലം പേരിടൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. വെർണേഴ്സ് തിയറിയും ഡബിൾ സാൾട്ട് ഒക്കെ ആർക്കും പഠിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ തൽക്കാലം പേരിടൽ നമ്മൾ ഏതായാലും മുന്നേ പറഞ്ഞതുകൊണ്ട് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പേരിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുക. അതെ, ഉണ്ടെങ്കിൽ അയാളുടെ പേരാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ഇവിടെ ആരാണ്? പൊട്ടാസ്യമാണ്. അപ്പം എത്ര ഉണ്ട് എന്ന് നോക്കണ്ട, വെറും പൊട്ടാസ്യം എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ആളെ ഉടനെ തന്നെ പറയരുത്, അയാളെ കുറച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അയാൾ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ് തൊട്ട ഉടനെ വരുന്ന ഇയാൾ എന്ത് ചെയ്യണം? നമ്മളങ്ങ് മാറ്റി നിർത്തണം. ഇനി ഇവിടെ ആരാ ഉള്ളത് നോക്കുക. അവിടെ അമോണിയാണെങ്കിൽ അമ്മീൻ എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ ഓക്സലേറ്റ് ആണ്. ഇതിനെ എന്താ വിളിക്കുക? C2O4 എല്ലാവരും കാണുക, ഓക്സലേറ്റ് ആണ്. എന്താണ്? ഓക്സലേറ്റ് ആണ്. അപ്പം എത്ര ഓക്സലേറ്റ് ഉണ്ട്? ബ്രാക്കറ്റിന് പുറത്ത് 3 ഓക്സലേറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ സാധനങ്ങളൊക്കെ വരുമ്പോഴേ ഈ ബ്രാക്കറ്റിന് പുറത്ത് ബൈഡൻറ്റേറ്റ്, ഡ്രൈഡൻറ്റേറ്റ് അങ്ങനത്തെ ഒക്കെ വരുമ്പം ഈ ഓക്സലേറ്റിനൊക്കെ അപ്പം ഓക്സലേറ്റ് ഓക്കെ അപ്പം ഇതിനകത്ത് ഓക്സലേറ്റ് 3 ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ട്രിസ് എന്നാണ് പറയുക. ട്രിസ്. ഓക്സലേറ്റിനെ ഓക്സലേറ്റോ എന്ന് വിളിക്കണം, ബ്രാക്കറ്റ് ഇടണം. കാരണം അത് വലിയ ഒരാളായതുകൊണ്ട്. ഓക്സലേറ്റ് ഒക്കെ അങ്ങനെയാണ് പറയുക, ഡൈഡൻറ്റേറ്റ് ഒക്കെ ആയതുകൊണ്ട്. ഇനി അലൂമിനിയത്തിനെ പറയാം, അലൂമിനിയം. പക്ഷെ അലൂമിനിയം എന്താണ്? രണ്ടാമത് വന്നതായതുകൊണ്ട് അലൂമിനിയം എന്ന് പറയാൻ പാടില്ല, അലൂമിനേറ്റ് എന്ന് പറയണം. എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇനി എന്ത് ചെയ്യുക? ബാക്കി ചാർജുകൾ പറയുക. C2O4 ചാർജ് എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1ൻ്റെ ചാർജ് -2 ആണ്. അങ്ങനത്തെ 3 ഉണ്ട്. അപ്പം -2 -6 ആണ്. ഇനി പൊട്ടാസ്യത്തിൻ്റെ ചാർജ് എന്താ? +1 ആണ്. പൊട്ടാസ്യം +1ലാണ്. എത്ര പൊട്ടാസ്യം ഉണ്ട്? 3. അപ്പോൾ +1 അപ്പോൾ എത്രയായി? +3 ആയില്ലേ? അപ്പം +3 ആയി. ഇവിടെ -6 ആയി. -2 എന്ന് പറഞ്ഞാൽ -6 ആണ്. അപ്പം -6 ആയി. ഇവിടെ എന്തായി? +3 ആയി. ഇതങ്ങോട്ട് കൂട്ടുക, +3 -6 കൂടി കൂട്ടുക. അപ്പോൾ കാൽക്കുലേറ്റർ പറഞ്ഞു തരും -3 എന്ന്. അപ്പം ഇത് രണ്ടും കൂട്ടിയപ്പോൾ എന്താ വന്നത്? -3 എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? -3യുടെ ഓപ്പോസിറ്റ് എന്താ? +3 അല്ലേ? അതായിരിക്കും ഇത്. അതായത് ഇതിനെപ്പോഴും പ്ലസ് ആയിരിക്കും ഇതിൻ്റെ ചാർജ് വരിക. നമ്മൾ കൂട്ടിയിട്ട് കിട്ടുന്ന വാല്യൂ നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ചാർജ് വരിക. നമ്മൾ കൂട്ടിയിട്ട് കിട്ടിയത് എന്താ? -6ഉം +3 കൂടി കൂട്ടുക. അപ്പോൾ എന്താണ്? +3ഉം -6ഉം അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തെറ്റൂല, കാൽക്കുലേറ്ററും തെറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ കിട്ടുന്ന ചാർജ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലിടുക, എന്നിട്ട് കൂട്ടുക. അപ്പോൾ ഇപ്പുറത്ത് എന്താ കിട്ടിയത്? +3. പൊട്ടാസ്യം +1 അല്ലേ? അപ്പോൾ 3 പൊട്ടാസ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് +3 എന്ന് കിട്ടി. അതുപോലെ ഇപ്പുറത്ത് എന്താ വന്നത്? -6 ആണ്. അത് കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? കാൽക്കുലേറ്റർ പറഞ്ഞുതരും -3 എന്ന്. അപ്പം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം അലൂമിനിയത്തിന്. അപ്പോൾ അലൂമിനിയത്തിന് 3 ആണ്. അപ്പം ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ചിലപ്പോൾ ഇതേ കോമ്പൗണ്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. കാരണം ഇതൊരു 3 തവണ എങ്ങാണ്ട് റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പേര് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റും. പൊട്ടാസ്യം, ട്രിസ് ഓക്സലേറ്റോ, അലൂമിനേറ്റ് 3. അപ്പോൾ ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചിലപ്പം. അതിനകത്ത് ഇത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് 1 മാർക്കേ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? നേരത്തെ കോർഡിനേഷൻ പേരിടാൻ 2 മാർക്കിനുണ്ടാകും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 1 മാർക്കിനുണ്ടാവുക. ഇത് ബാക്കി 1 മാർക്ക്. അപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത്. പക്ഷേ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് കാണാതെ അങ്ങ് പേര് നിങ്ങൾക്ക് അറിയില്ല. പൊട്ടാസ്യം, ട്രിസ് ഓക്സലേറ്റോ, അലൂമിനേറ്റ് 3. ഓക്കെ. അപ്പം ഏതായാലും അത് നമ്മൾ പേരിട്ടു. ഇനി ഇതുപോലെ പേരിടാനുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അടുത്ത പേരിടലും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അടുത്ത പേരിടൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇതാണ്. ഇത് നോക്കൂ നിങ്ങൾ. ഇതും അതേ സാധനം തന്നെയല്ലേ? നോക്കൂ, K3, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്രോമിയം, പിന്നെ C2O4. കണ്ടോ? ഇത് എത്ര തവണയാണെന്നറിയോ ഇത് ചോദിക്കുക? ഇപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടും. എന്താ? ഫസ്റ്റ് എന്താ? പൊട്ടാസ്യം അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പറയണ്ടേ?
അയാളല്ലേ സെക്യൂരിറ്റി, അയാളോട് ചോദിച്ചിട്ട് വേണ്ടേ പോകാൻ. അപ്പോൾ ആദ്യം അയാൾ പൊട്ടാസ്യം എന്ന് അയാളെ വിളിക്കണം, അയാളെ പൊട്ടാസ്യം. ഇനി ഇയാളെ വിളിക്കണ്ട, ഇയാളവിടെ നിന്നോട്ടെ. ബാക്കി ഇവരെന്താ, ഇത് ട്രിസ് ഓക്സലേറ്റോ എന്നല്ലേ, ഓക്സലേറ്റ് എപ്പോഴും ട്രിസ് ഫോമിലാണ് വരാറ്. അപ്പോൾ സ്പേസ് ഒന്നും ഇടരുത് കേട്ടോ, അടുപ്പിച്ച് എഴുതുക. ട്രിസ്, ഞാനിപ്പോൾ സ്പേസ് വിട്ടത് ഇനി കൺഫ്യൂഷനാണ്, നിങ്ങൾ സ്പേസ് വിടാൻ പാടില്ല. അപ്പം ഇത് സ്പേസ് ഒന്നും വിടാൻ പാടില്ല. പൊട്ടാസ്യം എന്ന് കഴിഞ്ഞിട്ട് നേരെ ട്രിസ് ഓക്സലേറ്റോ, ട്രിസ് ഓക്സലേറ്റോ. ഇനി എന്ത് വരും? ഇവിടെ ക്രോമേറ്റ് എന്നാണ്. ക്രോമിയത്തിന് നമ്മൾ രണ്ടാമത് ക്രോമിയം, അതായത് ഇതിൻ്റെ മുന്നേ ഒരാളില്ലേ സെക്യൂരിറ്റി, അത് കഴിഞ്ഞിട്ടല്ലേ ക്രോമിയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോമേറ്റ് എന്നാണ് പറയേണ്ടത് രണ്ടാമത് വരുമ്പോൾ. ഈ ചാർജ് എന്താണ്? ചാർജ് നമ്മളിപ്പോൾ അവിടെ അലൂമിനിയം ആണെങ്കിലും ക്രോമിയം ആണെങ്കിലും ഒക്കെ ഇതിൻ്റെത് -6 ആണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ -2 ആണ് ഒന്നിൻ്റെത്, അങ്ങനെ 3 ഉണ്ട്. അപ്പം -2 -2 -2 -6 ആണ്. ഇതിൻ്റെത് എത്ര? പൊട്ടാസ്യം +1 ആണ്. അങ്ങനെ 3 പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ +1 +1 +1 എന്ന് പറഞ്ഞാൽ +3 ആണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് +3യും ഇതിൻ്റെ ചാർജ് -6ഉം രണ്ടും കൂടി കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി. +3 -6 എന്താ പറയുക? -3 എന്ന് പറയും കാൽക്കുലേറ്റർ. അപ്പോൾ -3യുടെ ഓപ്പോസിറ്റാണ് +3 ആണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഈ ഓക്സലേറ്റ് ഒക്കെ വന്നാൽ ഇവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ ക്രോമേറ്റ് 3. അപ്പം നിങ്ങൾക്ക് മാർക്കായി. പൊട്ടാസ്യം ട്രിസ് ഓക്സലേറ്റോ, ഈ ഓക്സലേറ്റൊക്കെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, ട്രിസ് ഓക്സലേറ്റോ ക്രോമേറ്റ് 3. അപ്പോൾ സെറ്റായോ? ഇത് സെയിം കോമ്പൗണ്ട് അല്ലേ? അവിടെ അലൂമിനിയം എന്ന പേരിന് ഇവിടെ ക്രോമേറ്റ് എന്ന മാറ്റമല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സ്റ്റിൽ നിങ്ങൾ ഇതിനകത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പേടിക്കേണ്ട. നമുക്ക് എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അടുത്ത് നോക്കാം, നമുക്ക് അടുത്ത പേരിടൽ. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ട്രിസ് ഓക്സലേറ്റോ ക്രോമേറ്റ് 3. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേരിടാൻ, അതുപോലെ പേരിടാനുള്ള സംഗതി ഇതാണ്. ഇത് കണ്ടോ? ഇത് പേരിടൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് K2 ആണ്, ഇത് K2 ആണ്. പിന്നെ ഇവിടെ സിങ്കാണ്, പിന്നെ ഇവിടെ OH ആണ്. ഇത് 4 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആരെ പറയണം? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പറയണം. ഇയാളാരാ? പൊട്ടാസ്യം അല്ലേ? അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയണം. ഇനി ഇയാളെ പറയണ്ടല്ലോ, ഇയാളെ കുറച്ച് മാറ്റി വെക്കണം. ഇനി കൂടെ ആരാ? ഇതിനെ ഹൈഡ്രോക്സിഡോ എന്നാണ് വിളിക്കുക. OHൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? ഹൈഡ്രോക്സിഡോ. OH എന്താണ്? ഹൈഡ്രോക്സിഡോ. ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ? അപ്പോൾ ഹൈഡ്രോക്സിഡോ. അതിന് മുന്നേ എത്ര ഹൈഡ്രോക്സിഡോ ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ടെട്രാ എന്നാണ് പറയുക. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ എന്ന് പറയണം. ഇനി സിങ്കിനെ പറയാം. സിങ്ക് എന്ന് പറയാൻ പാടില്ല, സിങ്കേറ്റ് എന്ന് പറയണം. സിങ്ക് രണ്ടാമതാണ്. ഇനി ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ചാർജ് നോക്കുക. OHൻ്റെ ചാർജ് -1 ആണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. അങ്ങനെ എത്ര OH ഉണ്ട്? 4 OH ഉണ്ട്. അപ്പം -1 -1 -1 -1 എന്ന് പറഞ്ഞാൽ -4. പൊട്ടാസ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് +1 ആണ്. അങ്ങനെ എത്ര +1 ഉണ്ട്? പൊട്ടാസ്യം 2 ഉണ്ട്. അപ്പോൾ +2 ആകും. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഇവിടെ +2ഉം അവിടെ -4ഉം. കാൽക്കുലേറ്റർ പറഞ്ഞു തരും ആൻസർ -2 എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സിങ്കിന് കൊടുക്കേണ്ടത്. സിങ്ക് അപ്പം +2 ആണ്. അപ്പം ഇതാണ് കോമ്പൗണ്ടിൻ്റെ പേര്, പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് 2. മനസ്സിലായോ? പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് 2. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പേടിക്കേണ്ട. അതിനകത്ത് എന്താ പറയുക, 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ടൈം എടുത്ത് പഠിക്കേണ്ട. ഇഫ് യു ക്യാൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത്. അപ്പോൾ ഞാനിത് എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. ആദ്യം പൊട്ടാസ്യത്തിനെ പറയാം, പിന്നെ ഇയാളെ പറയണ്ട. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഹൈഡ്രോക്സിഡോ ആണിത്, 4 ഉണ്ട്. അപ്പോൾ ടെട്രാ ഹൈഡ്രോക്സിഡോ എന്നാണ്. പിന്നെ സിങ്കിന് നമ്മൾ സിങ്ക് രണ്ടാമതല്ലേ വരുന്നത്, ഈ പൊട്ടാസ്യം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ സിങ്കേറ്റ് എന്ന് പറയണം, ഏറ്റ് എന്ന് ചേർക്കണം. സിങ്കിൻ്റെ കൂടെ സിങ്കേറ്റ്. പിന്നെ ചാർജ് നോക്കാൻ നിങ്ങൾ ഇതിനകത്ത് OHൻ്റെ ചാർജ് അറിയണം. -1 ആണ്, 4 OH ഉണ്ട്. അപ്പോൾ -4 ആണ്. പിന്നെ പൊട്ടാസ്യം +1 ആണ് ചാർജ്, അത് പഠിക്കണം. 2 പൊട്ടാസ്യം ഉണ്ട്, അപ്പോൾ +2 ആണ്. +2ഉം -4ഉം കൂടി ചേർന്നാൽ ആൻസർ -2 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സിങ്കിന് കൊടുക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. ഇനി നമുക്ക് അപ്പം ഇതിൻ്റെ പേര് നമ്മൾ അതിനകത്ത് പറഞ്ഞു, പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് 2. ഇനി ഇതുപോലെ വന്നിട്ടുള്ള സംഭവമാണ് ഇവിടെ. ഇത് നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് കൂടി അതുപോലെ പേരിടാനുണ്ട്. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇതെന്താണ്? ഇതിനെ പേരിടുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ കോമൺ ആയിട്ട് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് ആരെ പറയണം? പൊട്ടാസ്യത്തിനെ പറയണം. ഫസ്റ്റ് നമുക്കറിയാമല്ലോ, സെക്യൂരിറ്റി ഗാർഡാണ്, പൊട്ടാസ്യമാണ് ഫസ്റ്റ്. അപ്പോൾ അയാളെ പറയണം.
ഇനി ഇയാളിപ്പം പറയണ്ട. ഇനി ബാക്കി ആരാ? ഇത് സയനൈഡാണ്. CN എന്ന് പറഞ്ഞാൽ എന്താണ്? സയനൈഡ് എന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഐഡ് വരുന്നവിടെ ഇഡോ എന്നാണ് പറയുക. സയനിഡോ. എത്ര സയനിഡോ ഉണ്ട്? 6 ഇല്ലേ? 6 ഹെക്സ എന്നാണ് പറയുക. അപ്പോൾ പൊട്ടാസ്യം ഹെക്സാ സയനിഡോ. പിന്നെ ഇനി എന്ത് പറയുക? ഇയാളെ പറയുക. അയാൾ ഫെറേറ്റ് എന്നാണ്. ഇരുമ്പിന് എന്താ പറയുക? ഫെറേറ്റ് എന്നാണ്. അവസാനം രണ്ടാമത് വന്ന ഇരുമ്പിനെ പറയുക ഫെറേറ്റ് എന്നാണ്. ഇനി ബ്രാക്കറ്റിൽ അയാളുടെ ചാർജ് പറയണം. അപ്പോൾ എത്രയാണ്? സയനൈഡിൻ്റെ ചാർജ് -1 ആണ്. അങ്ങനെ എത്ര -1 ഉണ്ട്? 6 സയനൈഡ് ഉണ്ട്. അപ്പം -1 -1 എന്ന് പറഞ്ഞ് -6 ആണ് സയനൈഡിൻ്റെ ചാർജ് മൊത്തം അവിടെ വരിക. പൊട്ടാസ്യമോ +1 അല്ലേ? അങ്ങനെ എത്ര +1 ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ +1 +1 +1 എന്ന് പറഞ്ഞാൽ +3 അല്ലേ? അപ്പോൾ +3യും ഇവിടെ -6 കൂടി വന്ന് അപ്പം എന്താ ചാർജ്? +3യും -6 കൂടി വന്നാൽ -3 ആണ് കാൽക്കുലേറ്റർ പറഞ്ഞു തരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. +3 ആണ് ചാർജ്. അപ്പോൾ ഇവിടെയൊക്കെ പൊതുവേ +3 ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ പൊതുവേ എന്താണ്? +3 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നോക്കിയിട്ട് ഇവിടെ ഏകദേശം ഇവിടെ 6ഉം 3 വരുന്ന കേസിലൊക്കെ ഇവിടെ +3 ആണ് വരാറുള്ളത്. മനസ്സിലായില്ലേ? അപ്പം പൊട്ടാസ്യം ഹെക്സാ സയനിഡോ ഫെറേറ്റ് 3 എന്നാണ്. ഇത് മനസ്സിലായോ? പൊട്ടാസ്യം ഹെക്സാ സയനിഡോ ഫെറേറ്റ് 3. അപ്പോൾ ആദ്യം രണ്ടാമത് വരുന്നതുകൊണ്ടാണ് ഈ ഏറ്റൊക്കെ വരുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഏറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കഴിഞ്ഞു തുടങ്ങി. ഇനി നിങ്ങൾക്ക് സമാധാനിക്കാം. ഇനി പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കോമ്പൗണ്ടുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇത് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത സംഭവം തന്നെയാണ്. ഇതെന്തന്നെയാണ് റിപ്പീറ്റ്? അവിടെ ഇപ്പം ഈ ഒരു കോമ്പൗണ്ടിൽ എന്താ? ഇരുമ്പ് മാറി വന്നു എന്നേ ഉള്ളൂ. ഇതെന്താണ്? സെയിം സാധനം തന്നെയാണ്. ഇരുമ്പ് അവിടെ എന്ത് ചെയ്തു? മാറി വന്നു. അപ്പം ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാസ്യത്തിന് ആദ്യം പറയണം. പൊട്ടാസ്യം. പിന്നെ എന്താണ്? ഇത് ഓക്സലേറ്റ് ആണ്. അപ്പം ട്രിസ് ഓക്സലേറ്റോ ആണ്. 3 ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ട്രിസ് ഓക്സലേറ്റോ എന്ന് പറയണം. പിന്നെ ഇവിടെ ഇരുമ്പാണ്. ഇരുമ്പ് രണ്ടാമതല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇരുമ്പിൻ്റെ മുന്നേ വേറൊരാളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരുമ്പിനെ ഫെറേറ്റ് എന്ന് പറയണം. നമുക്കറിയാം പൊതുവേ ചാർജ് ഈ കേസിലൊക്കെ എന്താ വരാറ്? ഇവിടെ -2. ഇവിടെ ഓക്സലേറ്റിൻ്റെ ചാർജ് എന്താണ്? -2 ആണ്. അപ്പോൾ -2 -2 -2 3 -6 ഇത് +3 ആണ് വരിക. അപ്പോൾ പൊതുവേ ഇവിടെ 3 ആണ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ 3 ആണ് വന്നത്. സിങ്കിൻ്റെ കേസിലാണ് ഇത് 2 വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫെറേറ്റ് 3. അപ്പോൾ ഇതും സെയിം അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പൊട്ടാസ്യം പുറത്തുള്ള ആളല്ലേ? അപ്പോൾ അയാളെ പറഞ്ഞിട്ട് ഒരു സ്പേസ് ഇടണം. ബാക്കിയുള്ളവരൊക്കെ അടുപ്പിച്ച് പറയാം. ഇതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ അടുപ്പിച്ച് പറയണം. പൊട്ടാസ്യത്തിന് പറഞ്ഞാൽ ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിനകത്ത് IUPAC നെയിമിങ് സംഭവങ്ങൾ. ഇതിനകത്ത് ഇതിനെ പിറകെ ഓടി നടക്കേണ്ട ഒരു മാർക്കാണ് ഇതിനകത്തുള്ളത്. പറ്റുമെങ്കിൽ ചെയ്യുക, അത്ര തന്നെ. ഇനി നമുക്ക് എന്താ ഉള്ളതെന്നറിയോ? അടുത്തത് ഇത് 2025 വന്നതാണ്. 3 മാർക്കിന് വന്നതാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. ഇതിൻ്റെ പേര് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു, കോർഡിനേഷൻ നമ്പർ പറഞ്ഞിരുന്നു. ഇതിൽ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ഏതാണ് എന്ന്. എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ NO2 കണ്ടാൽ നിങ്ങൾ അതിനെയാണ് ആംബിഡെൻഡേറ്റ് എന്ന് പറയേണ്ടത്. നിങ്ങൾ സയനൈഡിനെ കണ്ടാൽ ആംബിഡെൻഡേറ്റ് എന്ന് പറയാം. നിങ്ങൾ SCN എന്ന് കണ്ടാൽ ആംബിഡെൻഡേറ്റ് എന്ന് പറയാം. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? 2 ഡോണർ ആറ്റംസ് ഉണ്ടാകും. എന്തുണ്ടാകും? 2 കൈകൾ ഉണ്ടാകും. നമ്മൾ സാധാരണ ഒരു സാധനം കൊടുക്കുക എന്താണ്? ഒരു കയ്യേറ്റല്ലേ കൊടുക്കുക. അപ്പം ചിലരുണ്ടാകും 2 കയ്യേറ്റ് കൂടി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ചിലപ്പം 2 കയ്യേറ്റും കൊടുക്കാൻ കഴിവുണ്ട്. അപ്പം ചിലപ്പം വലത്തെ കയ്യേറ്റ് കൊടുക്കും, ചിലപ്പം ഇടത്തെ കയ്യേറ്റും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആംബിഡെൻഡേറ്റ് എന്നാണ് നിങ്ങളെ വിളിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, നിങ്ങൾ ഒരു കൈ കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മോണോഡെൻഡേറ്റ് ആണ്. നിങ്ങൾ 2 കൈയും ഒരുമിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈഡെൻഡേറ്റ് ആണ്. നിങ്ങൾക്ക് 2 കൈ കൊണ്ടും കൊടുക്കാൻ കഴിവുണ്ട്, പക്ഷേ നിങ്ങൾ ഒരു സമയം ഒരു കൈയെ കൊടുക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വലത് കൈ കൊടുക്കും, ചിലപ്പോൾ നിങ്ങൾ ഇടത് കൈ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആംബിഡെൻഡേറ്റ് ആണ്. ആംബിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കൈയെ കൊടുക്കുകയുള്ളൂ, പക്ഷേ ചിലപ്പം
അതിലെ ഒരു നൈട്രജൻ ആയിരിക്കാം കൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ആയിരിക്കാം കൈ കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വലത് കൈ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഇടത് കൈ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ഒരു കൈയെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ മോണോഡെൻഡേറ്റുകൾ തന്നെയാണ്, പക്ഷേ ഇവർക്ക് മാറ്റി മാറ്റി കൊടുക്കാനുള്ള കഴിവുണ്ട്. വലത്തെ കൈ വഴി കൊടുക്കാനും കഴിവുണ്ട്, ഇടത്തെ കൈ വഴി. അപ്പോൾ അങ്ങനെ, അതായത് നൈട്രജനും ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്യും, ഓക്സിജനും ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്യും, പക്ഷേ അറ്റ് എ ടൈം ഒരാളെ ചെയ്യുള്ളൂ. അങ്ങനത്തെ ലിഗാൻഡുകളെയാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ എന്ന് പറഞ്ഞാൽ NO2 എന്താണ്? ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്. കാരണം നൈട്രജൻ എന്ത് ചെയ്യും? അലൂമിനിയത്തിന് അതിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അങ്ങോട്ട് ഇലക്ട്രോൺ കൊടുക്കും, നൈട്രജൻ ഇലക്ട്രോൺ കൊടുക്കും. ചിലപ്പം എന്ത് ചെയ്യും? ഓക്സിജനും എന്ത് ചെയ്യും? ഇലക്ട്രോൺ കൊടുക്കും, ഓക്സിജൻ ഇലക്ട്രോൺ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം NO2-ൽ നൈട്രജന് ഇലക്ട്രോൺ കൊടുക്കും, ഓക്സിജൻ ഇലക്ട്രോൺ കൊടുക്കും. അപ്പം 2 ഡോണർ ആറ്റംസ് ഉണ്ട്, നൈട്രജനും കൊടുക്കാം, ഓക്സിജനും കൊടുക്കാം. പക്ഷേ ഒരു സമയത്ത് ഒരാളെ കൊടുക്കുള്ളൂ, 2 ആളോട് ഒരുമിച്ച് കൊടുക്കില്ല. അപ്പം അത്തരം ലിഗാൻഡുകളെയാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ എന്ന് വിളിക്കുക. അപ്പം ദേ ഹാവ് മൾട്ടിപ്പിൾ ഡോണർ ആറ്റംസ്. മനസ്സിലായില്ലേ? ബട്ട് അറ്റ് എ ടൈം 1 ഡോണർ ആറ്റം വിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ. ഒരു സമയത്ത് ഒരു കൈ വഴിയേ കൊടുക്കുകയുള്ളൂ, പക്ഷേ 2 കൈയിലൂടെയും മാറ്റി മാറ്റി കൊടുക്കാൻ അവർക്ക് കഴിവുണ്ട്. അപ്പോൾ അത്തരം ലിഗാൻഡുകളാണ് ആംബിഡെൻഡേറ്റുകൾ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിനകത്ത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ പേര് പറയാനാണ്. ഇവിടെ ഇതിനകത്ത് NO2 ആണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പം നമ്മൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. NO2 ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്, SCN ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്, പിന്നെ സയനൈഡ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്. അപ്പം ഇതങ്ങോട്ട് ഇവരൊക്കെ ആംബി എന്നങ്ങ് പഠിച്ചു വെക്കുക, ആംബി. അപ്പം NO2, SCN, CN എല്ലാവരും കണ്ടോ? നീ തെറ്റിക്കോ? ഇല്ല. അപ്പം എല്ലാവരും സെറ്റ് അല്ലേ? പരീക്ഷ പേപ്പറിൽ ആംബിഡെൻഡേറ്റ് എന്ന് കണ്ട NO2, SCN, CN. അപ്പം അങ്ങോട്ട് അതിനകത്ത് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചു പോകുക എന്നുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് ഇനി എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇനി എളുപ്പമുള്ള സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ് വെർനേഴ്സ് തിയറി? എല്ലാവരും പഠിക്കുന്ന സംഭവമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്തുണ്ട്? 2 ടൈപ്പ് വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസിയും ഉണ്ട്, സെക്കൻഡറി വാലൻസിയും ഉണ്ട്. അപ്പം നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഇപ്പം ഞാൻ വരച്ചു തരാം, നിങ്ങൾ നോക്കൂ. ഇതിപ്പോൾ നമ്മളൊരു കണ്ട ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. നമ്മളിപ്പോൾ കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടില്ലേ? അപ്പം ഇതെന്താണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഇവിടെ കൊബാൾട്ടിന് എന്താണ്? ചാർജ് ഉണ്ട്. ഇവിടെ 2 ക്ലോറിനോ അല്ലെങ്കിൽ ഇവിടെ സൾഫേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതിപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്, അതിലാർക്കും ഡൗട്ടില്ലല്ലോ. അപ്പം ഇതിലാർക്കും ഡൗട്ടില്ല, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. പക്ഷേ പ്രശ്നം എവിടെയാണ്? ഇതിനകത്ത് എത്ര ആളുകളുണ്ട്? 5 അമോണിയ ഉണ്ട്. നോക്കിയാൽ മനസ്സിലാകും. NH3 എന്ന് പറഞ്ഞാൽ അമോണിയാണ്. ബ്രാക്കറ്റിലുണ്ട് 5 ആളുണ്ടെന്ന്. 5 ആളുണ്ട്. പിന്നെയോ ഒരു ക്ലോറിനുമുണ്ട്. അപ്പം എത്ര ആളുകളുണ്ട് എന്നതിനെയാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് സെക്കൻഡറി വാലൻസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മെയിൻ ആളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര ആളുകളുണ്ട് അതിൻ്റെ നമ്പറാണ് സെക്കൻഡറി വാലൻസി. അപ്പോൾ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ആ ഒരു സെൻട്രൽ മെറ്റലാറ്റത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ അതിനോട് കൂടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എത്ര ആളുകളുണ്ട് അതിനെയാണ് നമ്മൾ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം സെക്കൻഡറി വാലൻസിനകത്ത് മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. അപ്പം നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ മെയിൻ ആളങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെ എണ്ണുക. പൊതുവേ അത് 6 ആളായിരിക്കും ഉണ്ടാവുക. ചിലപ്പം എന്ത് ചെയ്യാറുണ്ട്? 4 ആളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഉദാഹരണത്തിന് ഇപ്പം ഇത് നിക്കൽ ക്ലോറിൻ 4, ഇത് കണ്ടോ? ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അവിടെ ഉള്ളിൽ നിക്കലിനെ മാറ്റി നിർത്തിയാൽ 4 ആളാണ്. അപ്പോൾ പൊതുവേ വാലൻസി എന്താണ്? 6 ആളാണ്. 6 കൂടില്ല. മനസ്സിലായില്ലേ? 6 കൂടില്ല. പിന്നെ 4 6 ആണ് സെക്കൻഡറി വാലൻസി വരാറുള്ളത്. അപ്പം നിങ്ങൾക്ക് തന്നെ ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടില്ലേ? അതിനൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എത്ര ആളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് കാണിച്ചു തരാം എത്ര ആളുകളുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, അതിനകത്ത് ചിലത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതിനകത്തൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നോക്കുമ്പോഴുള്ള പ്രശ്നം ഇതിനകത്ത് ഇപ്പം എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ ഇതാ കൊബാൾട്ട് ഇവിടെ കണ്ടോ 4, 5, 6. ഫസ്റ്റത്തെ കോമ്പൗണ്ടിൽ നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എത്ര ഉണ്ട്. ഇതാ ഞാൻ ഇതിനകത്ത് ഫസ്റ്റത്തെ കോമ്പൗണ്ട് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഇവിടെ കൊബാൾട്ടാണ് മെയിൻ ആൾ. അയാളെ മാറ്റി നിർത്തിയാൽ ഇവിടെ അമോണിയ 4 എണ്ണം, ബാക്കി ഇതാ വെള്ളം 1, ബ്രോമിൻ അപ്പോൾ കണ്ടോ 6 എണ്ണം. ഇനി ഇവിടെ നിങ്ങൾ എന്താണെന്നറിയോ, ഇത് C2O4 എന്ന് പറഞ്ഞാൽ ഇയാൾ 2 എണ്ണത്തിന് ബദലാണ്. C2O4ന് 2 കൈകളുണ്ട്. ഒരു COO ഇങ്ങനെയും ഉണ്ട്, ഒരു COO ഇങ്ങനെയുണ്ട്. ഒരാൾക്ക് തന്നെ 2 കൈയുണ്ട്. അപ്പോൾ ഇവിടെ 3 ആളുണ്ട്, 6 കൈകളുണ്ട്. അപ്പം അവിടെ സെക്കൻഡറി വാലൻസി 6 ആണ്. സംഗതി മനസ്സിലായോ? അപ്പം 6ഓ 4ഓ ആണ് സെക്കൻഡറി വാലൻസി വരിക. 6ഓ 4ഓ ആണ് സെക്കൻഡറി വാലൻസി വരിക. മനസ്സിലായില്ലേ? അല്ലാണ്ട് 3ഓ 2ഓ ഒന്നും വരില്ല. അപ്പം നിങ്ങൾക്ക് ഈ 3 എണ്ണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അവിടെ വലിയൊരാളാണെങ്കിൽ 3, 2, 6 ആണ് വരിക. മനസ്സിലായില്ലേ? സെക്കൻഡറി വാലൻസി 6 ആണ് മിക്ക കേസിലും വരിക. ഇനി ഇവിടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡറി വാലൻസി. ഇവിടെ ഒക്കെ നോക്കൂ. ഇനി ഈ കോമ്പൗണ്ടിൽ ഇവിടെ മാത്രം ഒരു വ്യത്യാസമുണ്ട്. ഈ കോമ്പൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സെക്കൻഡറി വാലൻസി 4 ആണ്. അപ്പം 4 വരാറുണ്ട്. ഇതിങ്ങനെയാണ് ശരിക്കും എഴുതുക. നിക്കൽ കാർബൺ മോണോക്സൈഡ് 4. അപ്പം ഇതിലെ സെക്കൻഡറി വാലൻസി 4 ആണ്. പക്ഷേ ഇവിടെ നോക്കൂ 5ഉം ഇതിൻ്റെ ഉള്ളിൽ 1, 6. അപ്പോൾ അത് 6 ആണ്. ഈ പുറത്തുള്ള ആളെ കൂട്ടൂല കേട്ടോ. ഇനി ഇയാളെയും കൂട്ടൂല. അത് മെയിൻ ആളാണ്. ഇയാളെ ചുറ്റുള്ള ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളുകൾ. ഇവിടെ നിക്കലിൻ്റെ ചുറ്റും എത്രയാണ്? 4 ആളാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി 4 ആണ്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചുറ്റുമുള്ള ആളുകളെയാണ് മെയിൻ ആളെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ചുറ്റും എത്ര ആളുകളുണ്ട് എന്നതാണ് സെക്കൻഡറി വാലൻസി. അപ്പോൾ ഇനി ഈ കോമ്പൗണ്ടിൽ നിങ്ങൾ നോക്കൂ എത്രയാണ് സെക്കൻഡറി വാലൻസി. ഇവിടെയും നിങ്ങൾക്ക് കാണാം മിക്ക കേസിലും 6 ആയിരിക്കും. ഇവിടെ 4ഉം 2ഉം 6. അപ്പോൾ അവിടെയും സെക്കൻഡറി വാലൻസി നിങ്ങൾക്ക് മനസ്സിലായി 6 ആണ്. ഇനി ഇതിലൊക്കെ സെക്കൻഡറി വാലൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താ സെക്കൻഡറി വാലൻസി 5ഉം 1ഉം 6. ഇവിടെയോ ഇവിടെ 3 ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് C2O4 എന്ന് പറഞ്ഞാൽ 2 ആൾക്ക് ബദലാണ്. അപ്പോൾ 3 ആൾ എന്ന് പറഞ്ഞാൽ 6 ആൾക്ക് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി വാലൻസി 6 ആണ്. ഓക്കെ അല്ലേ? C2O4 വന്നാൽ നിങ്ങൾ ഡബിൾ ആക്കണം. 3 × 2 6. പിന്നെ അതൊക്കെ കഴിഞ്ഞ ഇവിടെ എല്ലാം അങ്ങനെ തന്നെ സെക്കൻഡറി വാലൻസി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ സെക്കൻഡറി വാലൻസി എന്താ? ഇവിടെ അമോണിയ 2, ക്ലോറിൻ 2, ഇത് 4 ആണ്. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ സെക്കൻഡറി വാലൻസി. അപ്പോൾ മെയിൻ ആളായ സെൻട്രൽ ആറ്റം പ്ലാറ്റിനമാണ്. അതിൻ്റെ വാലൻസി ചോദിച്ചാൽ 4 ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ എണ്ണി നോക്കിയാൽ മതി. ഇനി ഇവിടെ എത്രയാണ് വാലൻസി? ഇവിടെ K2ZnOH4 ആണ്. അപ്പം ഇതിൽ എത്രയാണ് വാലൻസി? ഇതിൽ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ മെയിൻ ആൾ സിങ്ക് ആണ്. അതിൻ്റെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതാണ് 4 ആണ്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം അത് അത്രയേ അങ്ങനെ അതിനകത്ത് കാര്യങ്ങളുള്ളൂ. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഇവിടെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ കാണുമ്പോൾ CO മെയിൻ ആളാണ്, കൊബാൾട്ട്. അമോണിയ 5 എണ്ണം. ഇത് നിങ്ങൾ 3 എന്ന് പറഞ്ഞ് 8 എന്ന് എണ്ണരുത്. കാരണം മാക്സിമം കോർഡിനേഷൻ നമ്പർ 6 പോകുള്ളൂ. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇത് 1 ആണ്. ഇതെല്ലാം കൂടി കാർബണേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പം അതിൻ്റെ ലോജിക്ക് കിട്ടിയോ? മാക്സിമം 6 വരെ പോവുള്ളൂ, 6 ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ആൾ അമോണിയം തന്നെ ഉണ്ട്. പിന്നെ മറ്റേ ആളും കൂടി 3, 8 ആളാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ CO3 എന്ന് പറഞ്ഞാൽ അത്തരം കേസിൽ അത് നോക്കി വെക്കുക. അതൊക്കെയാണ് അതിനകത്ത് സെക്കൻഡറി വാലൻസി നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡറി അപ്പോൾ വെർനേഴ്സ് തിയറി പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 2 വാലൻസികളുണ്ട്. ഒന്നെന്താണ്? സെക്കൻഡറി വാലൻസിയാണ്. ഒന്നെന്താണ്? കൂടെ എത്ര ആളുണ്ട് എന്നുള്ളത്. രണ്ടാമത്തത് എന്താണ്? പ്രൈമറി വാലൻസിയാണ്. അതെന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ K3 അലൂമിനിയം C2O4 എന്ന കോമ്പൗണ്ടിൽ നമ്മൾ അലൂമിനിയത്തിൻ്റെ ചാർജ് എന്താ കണ്ടുപിടിച്ചത്? അലൂമിനിയത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു C2O4ൻ്റെ ചാർജ് എന്താണ്? -2 ആണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പം -2 -2 -2 -6 ആണ് ചാർജ് ഇവിടെ C2O4ൻ്റെ. പൊട്ടാസ്യത്തിൻ്റെ ചാർജോ അത് +1 ആണ്. അങ്ങനെ എത്ര പൊട്ടാസ്യം ഉണ്ട്? +1 +1 +1 3 പൊട്ടാസ്യം ഇല്ലേ? അപ്പോൾ +3 ആവില്ലേ? അപ്പം +3ഉം -6 കൂടി കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ചാർജും അലൂമിനിയം അല്ലാത്ത ബാക്കിയുള്ളവരുടെ ചാർജ് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ +3ഉം
പ്ലസ് -6 കൂടി കൂട്ടുക. അപ്പോൾ എത്രയാ വരിക? -3 അല്ലേ വരിക? അതിൻ്റെ ഓപ്പോസിറ്റ് ഇടണം എന്ന് പറഞ്ഞില്ലേ അലൂമിനിയത്തിന്? അലൂമിനിയത്തിന് എന്താ? അലൂമിനിയത്തിന് +3 അല്ലേ? അതാണ് അതിൻ്റെ എന്ത്? പ്രൈമറി വാലൻസി. ഈ ചാർജിനെയാണ് നമ്മൾ പ്രൈമറി വാലൻസി എന്ന് വിളിക്കുക. അപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 2 ടൈപ്പ് വാലൻസികൾ ഉണ്ടാകും. ഒന്ന് എന്താണ്? കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളത്. അത് സെക്കൻഡറി വാലൻസിയാണ്. ഇനി നമുക്കറിയാമല്ലോ, പേരിടുമ്പോൾ ചാർജ് കാണണമെന്ന്. ആ ചാർജിനെയാണ് പ്രൈമറി വാലൻസി. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താണോ അതാണ് പ്രൈമറി വാലൻസി. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. അപ്പം അതാണ്. അപ്പം നിങ്ങളോട് അപ്പം വെർണേഴ്സ് തിയറി എന്ന് പറഞ്ഞാൽ വെർണർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വെർണർ എന്താ പറഞ്ഞത്? വെർണർ പറഞ്ഞത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്, പല കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് K2 സിങ്ക് OH4, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഇതിൽ മെയിൻ ആൾ സിങ്കാണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വരുന്നത് ഇയാളൊന്നുമല്ല മെയിൻ ആൾ, ഇയാളൊക്കെ സെക്യൂരിറ്റി ഗാർഡാണ്, രാജാവ് ഇയാളാണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വരുന്ന ആളാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൻ്റെ കൂടെ എത്ര ആളുണ്ട് നോക്കുക? 4 ആളേ ഉള്ളൂ. അപ്പം സെക്കൻഡറി വാലൻസി എന്താണ്? സെക്കൻഡറി വാലൻസി 4 ആണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി എന്താ ഉള്ളത്? സെക്കൻഡറി വാലൻസി കഴിഞ്ഞാൽ വേറൊരു വാലൻസി കൂടി ഉണ്ട്, പ്രൈമറി വാലൻസി. അതെന്താണ്? അത് നമ്മുടെ സിങ്കിൻ്റെ ചാർജാണ്. സിങ്കിൻ്റെ ചാർജ് ഇവിടെ എങ്ങനെയാണ് വരിക? OH ചാർജ് നമുക്ക് പഠിക്കണം, -1 ആണ്. അങ്ങനെ എത്ര OH ഉണ്ട്? 4 എണ്ണം. അപ്പം -1 -1 എന്ന് പറഞ്ഞാൽ -4 അല്ലേ? അപ്പം ഇവിടെ -4 ചാർജ്. ഇനി ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ ചാർജ് എല്ലാവർക്കും അറിയില്ലേ, +1 ആണെന്ന്. അങ്ങനെ എത്ര +1 ഉണ്ട്? 2 എണ്ണം ഇല്ലേ? അപ്പം +1 +1 കൂടി +2 ആയില്ലേ? അപ്പം കൂട്ടി നോക്കുക. ഇവിടെ ഈ ഇപ്പുറത്ത് ചാർജ് +2 ആണ്, ഇപ്പുറത്ത് എന്താണ്? +2 ആണ് ചാർജ്, ഇപ്പുറത്ത് എന്താണ്? -4 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ടിട്ട് കൂട്ടിയാൽ മതി. +2 -4. കാൽക്കുലേറ്റർ പറഞ്ഞുതരും -2 എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് സിങ്കിനുണ്ടാവുക. ഇവിടെ ഒരിക്കലും മൈനസ് വരില്ല, ഇവിടെ എപ്പോഴും പ്ലസ് ചാർജാണ് ഉണ്ടാവുക. അപ്പം ഈ സിങ്കിൻ്റെ ചാർജ് എന്താ? +2. അതുതന്നെയാണ് പ്രൈമറി വാലൻസി. പ്രൈമറി വാലൻസി എത്രയാണ്? 2 ആണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ പറയുക ഒരു കോർഡിനേഷൻ, ഇനി ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പറയുക എന്ത്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 2 വാലൻസി ഉണ്ടാകും. ഒന്ന് പ്രൈമറി വാലൻസി, മറ്റൊന്ന് സെക്കൻഡറി വാലൻസി. അപ്പം നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക, പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അങ്ങനെ നിൽക്കി പോകും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ അതിനകത്ത് കടയിൽ പോകുന്ന സമയത്ത് എന്നെ കടയിൽ നിന്ന് പറഞ്ഞേക്കും, കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേക്കും. അപ്പം ഞാൻ ഈ പഠിക്കുന്നത് ഓർത്തുകൊണ്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 സാധനങ്ങളുണ്ടാവും. ഞാൻ വാങ്ങി വരുമ്പോൾ എപ്പോഴും 1-2 മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പോവുക, ഈ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 2 വാലൻസി ഉണ്ടാകും. അതാണ് വെർണർ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണെന്നേ. കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് സെക്കൻഡറി വാലൻസി. അതിൻ്റെ മറ്റൊരു പേരാണ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് ചോദിച്ചാലും കൂടെ എത്ര ആളുകളുണ്ട് അതുതന്നെയാണ് കോർഡിനേഷൻ നമ്പർ. ഇനി പ്രൈമറി വാലൻസി ചോദിച്ചാൽ നിങ്ങൾ ചാർജ് കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പം മിക്ക കേസിലും ചാർജ് +3 ആണ് വരാറ്. സിങ്കിൻ്റെ കേസിൽ +2 വന്നിട്ടുണ്ട്. മിക്ക കേസിലും പ്രൈമറി വാലൻസി നിങ്ങൾക്ക് ഉള്ള കോമ്പൗണ്ടിലൊക്കെ എന്താണ്? 3 ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, വെർണേഴ്സ് തിയറി. ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് മെറ്റൽ ഷോ 2 ടൈപ്സ് ഓഫ് വാലൻസീസ്. 2 വാലൻസി ഉണ്ട്. വൺ ഈസ് പ്രൈമറി വാലൻസി, മറ്റേതോ സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ചാർജ് ഓഫ് സെൻട്രൽ മെറ്റൽ. ചാർജ് എന്നുള്ളതിനെ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. അപ്പം മെറ്റലിൻ്റെ നമ്പറാണ് എന്ത്? പ്രൈമറി വാലൻസി. അതങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? മെറ്റലിൻ്റെ നമ്പറാണ് എന്ത്? പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, സെൻട്രൽ മെറ്റലിൻ്റെ നമ്പർ. നമ്മളിപ്പം സിങ്കിന് +2 ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതാണ് പ്രൈമറി വാലൻസി. സെക്കൻഡറി വാലൻസി എന്താണ്? അത് നോൺ അയണൈസബിൾ ആണ്. അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് വിട്ടു പോകില്ല, അയണൈസ് ചെയ്ത് പോകില്ല.
ദീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ, അത് ന്യൂട്രൽ ആറ്റംസ് ആകാം, നെഗറ്റീവ് അയോൺസ് ആകാം, പോസിറ്റീവ് അയോൺസ് ഒക്കെ ആകാം. പക്ഷേ പ്രൈമറി വാലൻസി അയണൈസ് ചെയ്ത് പോകും. അത് സാധാരണ നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടാവുക. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ ഒരു സംഭവം ഇതാണ്. അതായത് ഇപ്പം നമ്മളൊരു K3 പറഞ്ഞല്ലോ, അപ്പം ഇവിടെ നമ്മളൊരു അലൂമിനിയമോ ഒക്കെ എടുത്തല്ലോ. അപ്പോൾ ഇവിടെ അലൂമിനിയത്തിൻ്റെ കൂടെ തൽക്കാലം അല്ലെങ്കിൽ ക്രോമിയം എടുത്തു. ക്രോമിയം ഇവിടെ NH3 എത്ര ഉണ്ട്? 5 ഉണ്ട്. ഒരു ബ്രോമിനുണ്ട്, പിന്നെ പുറത്തൊരു സൾഫേറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ സൾഫേറ്റിൻ്റെ ചാർജ് -2 ആണ്, ബ്രോമിൻ്റെ ചാർജ് -1 ആണ്. പിന്നെ ഇവിടെ പൊട്ടാസ്യത്തിന് ഇവിടെ K3 വരില്ല. ഇപ്പം സൾഫേറ്റ് അവിടെ വന്നാൽ ഇവിടെ K3 വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൗണ്ട്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടിൽ നിങ്ങൾക്കറിയാം കൂടെ എത്ര ആളുണ്ട്? 5ഉം 1ഉം 6 ആളാണ്. ഇത് ഒരിക്കലും ക്രോമിയത്തിനെ ഇവർ വിട്ടുപോകില്ല. നോൺ അയണൈസബിൾ ആണ്. നിങ്ങൾ എത്ര വെള്ളത്തിൽ ഇവരെ കുത്തി കലക്കി മറിച്ചാലും ഈ അമോണിയയും ഈ ബ്രോമിനും ക്രോമിനെ വിട്ടു പോകൂല. അവർ ക്രോമിൻ്റെ കട്ട ചങ്കുകളാണ്. ഏത് സാഹചര്യത്തിലും ക്രോമിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളാണ്. മല തന്നെ അതിനകത്ത് എന്താ പറയുക, ഒഴുക്ക് വന്നാലും അവർ ഒലിച്ച് നിങ്ങൾ അതിനകത്ത് വെള്ളത്തിലിട്ട് ഇളക്കി മറിച്ചാലും അമോണിയയും ബ്രോമിനും ക്രോമിനെ വിട്ടു പോകില്ല. അതുകൊണ്ട് ഇവർ നോൺ അയണൈസബിൾ ആണ്. അവരെ നിങ്ങൾക്ക് അയണൈസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇനി ബാക്കി ചാർജ് ഉള്ള ഇത് നോക്കൂ, അപ്പം ഇത് -1ഉം -2 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചാർജ് എന്താ? +3 അല്ലേ. അപ്പം ഈ +3 സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോണുകളാണ്. അപ്പോൾ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് അയണൈസ് ചെയ്ത് പോകും. പുറത്തുള്ള ആളുകളൊക്കെയാണ് പൊതുവെ പ്രൈമറി വാലൻസിക്ക് കാരണമായി വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് +3 വന്നത്? ഇവരുടെ ചാർജ് കാരണമല്ലേ. അപ്പം അത് അയണൈസബിൾ അയോൺസ് ഉള്ള കാരണമാണ്. നെഗറ്റീവ് അയോൺസ് ഒക്കെയാണ് പ്രൈമറി വാലൻസി ഉണ്ടാക്കാൻ കാരണം. അപ്പം പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് ഉണ്ടാവാൻ കാരണം എന്താ? ഇവരല്ലേ. അപ്പം ഇവർ അയണൈസബിൾ ആണ്. ഇയാൾ പോകും, ഇയാൾ ബ്രാക്കറ്റിന് പുറത്താണ്, ഇയാൾ വെള്ളത്തിലിട്ട് അയണൈസ് ചെയ്ത് പോകും. അപ്പം പ്രൈമറി വാലൻസിക്ക് കാരണം ഈ നെഗറ്റീവ് അയോണുകളാണ്. അങ്ങനെ നെഗറ്റീവ് അയോണുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇയാൾക്ക് പ്രൈമറി വാലൻസി, ഇയാൾക്ക് ചാർജ്, ഈ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയത്. അപ്പോൾ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോണുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് അങ്ങനെ പഠിച്ചാൽ മതി. പ്രൈമറി വാലൻസി എന്താണ്? നെഗറ്റീവ് അയോണുകളാണ്, അയണൈസ് ചെയ്തു പോകും. പക്ഷേ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ ഉള്ളിലാണെന്ന് അറിയാമല്ലോ. ഉള്ളിലുള്ളവരുടെ എണ്ണമല്ലേ സെക്കൻഡറി വാലൻസി. അതൊരിക്കലും വിട്ടുപോകൂലല്ലോ. അപ്പോൾ അത് നോൺ അയണൈസബിൾ അല്ലേ. അങ്ങനെയെങ്കിൽ പ്രൈമറി വാലൻസി എന്താ? അത് അയണൈസ് ചെയ്തു പോകും. അപ്പോൾ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് കോർഡിനേഷൻ നമ്പർ. ഇനി സെക്കൻഡറി വാലൻസി എപ്പോഴും എന്താണ്? ഫിക്സ്ഡ് ആയിരിക്കും. സെക്കൻഡറി വാലൻസി എന്താണ്? ഒരു സ്പേസിൽ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് നിൽക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അലൂമിനിയത്തിൻ്റെ കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളത് സ്പേസിൽ ഇങ്ങനെ നിൽക്കല്ലേ ചെയ്യുക. അപ്പോൾ 6 അമോണിയം ഉണ്ടെങ്കിൽ NH3 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 NH3. അപ്പോൾ ഈ സെക്കൻഡറി വാലൻസിയാണ് കൂടെയുള്ള ആളുകൾ. അതെന്താണ്? ഡയറക്റ്റഡ് ഇൻ സ്പേസ് ആണ്. സ്പേസിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. അതാണ് അതിന് ജോമെട്രി കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡറി വാലൻസി ആണ് എന്ത് ചെയ്യുന്നത്? ഒരു കോമ്പൗണ്ടിന് അതിൻ്റെ ജോമെട്രി കൊടുക്കുന്നത്. അതൊക്കെയാണ് വെർണേഴ്സ് തിയറി പറയുന്നത്. അപ്പം നിങ്ങൾ തൽക്കാലം വെർണേഴ്സ് തിയറിയിൽ എന്ത് ചെയ്യുക? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ വെർണേഴ്സ് തിയറി ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. വെർണേഴ്സ് തിയറി എന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യുക? വെർണേഴ്സ് തിയറി എന്നൊക്കെ എഴുതിയിട്ട് 2 അണ്ടർലൈനൊക്കെ അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 2 types of valencies. 2 types of valency. 2 വാലൻസീസ് ഉണ്ട്. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. എന്നിട്ട് പ്രൈമറി എന്നിട്ടിട്ട് ഒരു 2 ഡബിൾ ഇട്ടിങ് അങ്ങോട്ട് ഇടുക. എന്നിട്ട് പറയുക പ്രൈമറി വാലൻസി എന്താണ്? പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. ഇറ്റ് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൻ്റെ ചാർജാണ്, ആ നമ്പറാണ് ആ മെറ്റലിൻ്റെ. ഇറ്റ് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം. എന്നിട്ട് നിങ്ങൾ എന്ത് പറയുക? ഒന്നാമത്തെ പോയിൻ്റായി. അതാരാണ് യൂഷ്വലി? ഇറ്റ് ഈസ് അയണൈസബിൾ. അത് പൊട്ടിപ്പോകും. പ്രൈമറി വാലൻസി കൊള്ളൂല. ഇറ്റ് ഈസ് അയണൈസബിൾ. അത് അയണൈസ് ചെയ്ത് പോകും. അത് അതിൻ്റെ വഴിക്ക് പോകും. അത് ക്രോമിയത്തിനെ സംരക്ഷിക്കാൻ നിൽക്കില്ല. ഇറ്റ് ഈസ് അയണൈസബിൾ ആൻഡ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. അതാരാണ് പൊതുവെ കാണിക്കുക? സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. ഇനി രണ്ടാമത്തെ സെക്കൻഡറി വാലൻസി നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ഹെഡിങ്, ഡബിൾ ഹെഡിങ് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് എഴുതുക ഇറ്റ് ഈസ് ദ കോർഡിനേഷൻ നമ്പർ. അത് കൂടെയുള്ള ആളുകളുടെ എണ്ണമാണ്. ഇറ്റ് ഈസ് ദ
കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇവിടെ ഇതെന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ആണെങ്കിൽ സെക്കൻഡറി എന്താണ്? ഇറ്റ് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോൾ രണ്ടിലൊരു പ്രാസമുണ്ട്. ഇവിടെ പ്രൈമറി എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ സെക്കൻഡറി എന്താണ്? കോർഡിനേഷൻ നമ്പറാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോൾ പ്രൈമറി എന്താണ്? വിട്ടുപോകും. പക്ഷേ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലുള്ളവരാണ്. ഇറ്റ് ഈസ് നോൺ അയണൈസബിൾ. ഇറ്റ് ഈസ് നോൺ അയണൈസബിൾ. അവർ ക്രോമിയത്തിനെ വിട്ടുപോകില്ല. മല തന്നെ വീണാലും സെക്കൻഡറി നീങ്ങൂല. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിലുള്ളവരുടെ എണ്ണമാണ്. ഇറ്റ് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദി സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവരൊരിക്കലും വിട്ടുപോകില്ല. ഇറ്റ് ഈസ് നോൺ അയണൈസബിൾ. വെള്ളത്തിലിട്ട് കുത്തിമറിച്ചാലും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോലും പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് അവർ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. പുറത്തുള്ളവരൊക്കെ പോകും. അത് നെഗറ്റീവ് അയോൺസ് ആണ്. അത് പ്രൈമറി വാലൻസിയാണ്. അത് അയണൈസബിൾ ആണ്. അത് പോകും. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് നിങ്ങൾ വെർനെസ് തിയറിയിൽ എഴുതേണ്ടത്. ഓക്കെ ആണോ? വെർനെസ് തിയറി സെറ്റായോ? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 2 വാലൻസീസ് ഉണ്ടെന്നും പ്രൈമറി വാലൻസി എന്നും സെക്കൻഡറി വാലൻസി എന്നും, പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെറ്റൽ ആണെന്നും അത് അയണൈസ് ചെയ്ത് പോകുമെന്നും, സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ ആണെന്നും അത് അയണൈസ് ചെയ്ത് പോകില്ല എന്നും അതിനകത്ത് പറയുക. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതാണ് വെർനെസ് തിയറിയുടെ ഏറ്റവും ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി വെർനെസ് തിയറിയുടെ അത്രയേ ഉള്ളൂ വെർനെസ് തിയറി എന്ന് പറഞ്ഞാൽ. ഇനി ഏറ്റവും ഷോർട്ടാക്കിയിട്ടൊക്കെ പഠിക്കുന്നവന്മാരാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിനകത്ത് പറയേണ്ടത്. പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെറ്റൽ. ഇറ്റ് ഈസ് അയണൈസബിൾ. പ്രൈമറി എന്താണ്? വിട്ടുപോകും. സെക്കൻഡറി എന്താണ്? അപ്പം സെക്കൻഡറി കോർഡിനേഷൻ നമ്പർ. സെക്കൻഡറി എന്താണ്? കോർഡിനേഷൻ നമ്പർ. ഇറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ ഓഫ് മെറ്റൽ. ഇറ്റ് ഈസ് നോൺ അയണൈസബിൾ. അതെന്താവില്ല? വിട്ടുപോകില്ല. ക്രോമിയത്തിനെ വിടാതെ പോകാത്ത ആളുകളാണ് സെക്കൻഡറി. ഇനി ജോമെട്രി കൊടുക്കുന്നതൊക്കെ സെക്കൻഡറിയാണ്. സെക്കൻഡറി ഗീവ്സ് ജോമെട്രി ടു മോളിക്യൂൾ. ആ മോളിക്യൂൾസിന് ഒരു ജോമെട്രി കൊടുക്കുന്നത് കൂടെയുള്ള ആളുകളാണ്. അപ്പോൾ കൊബാൾട്ടിന് ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? കൊബാൾട്ടിൻ്റെ കൂടെയുള്ള ആളുകളാണ്. സെക്കൻഡറി വാലൻസികളാണ്. പുറത്തുള്ള ആൾ അത് വിട്ടുപോകും. ഇറ്റ് ഗീവ്സ് ജോമെട്രി ടു മോളിക്യൂൾ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പം അതുപോലെ ഒരു പോയിന്റും കൂടി എഴുതാം. പ്രൈമറി കൂടുതലും എന്താണ്? സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആണ്. സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആണ്. ഇനി ഇത് എല്ലാവരും പറ്റും. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആർക്ക് വേണമെങ്കിലും വരാം. ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോസിറ്റീവിനും വരാം, നെഗറ്റീവിനും വരാം, ന്യൂട്രലിനും വരാം. കാരണം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് പഠിക്കുമ്പോൾ പഠിക്കാറില്ലേ? അമോണിയൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രലാണ്. അതുപോലെ തന്നെ ചിലരുടെ ചാർജ് ഇപ്പം NO അതിൻ്റെ ചാർജ് പ്ലസ് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം CL ഉള്ളിൽ വരാറുണ്ട് മൈനസ്. അപ്പോൾ ഉള്ളിൽ പല ചാർജ് ന്യൂട്രലും ഒക്കെ വരും സെക്കൻഡറി വാലൻസി. പക്ഷേ പുറത്ത് എപ്പോഴും മൈനസാണ് വരാറുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുറത്ത് ഇവിടെ എപ്പോഴും മൈനസാണ്. ഇവിടെ മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആണ്. സെക്കൻഡറി വാലൻസി ആര് വേണമെങ്കിലും വരാം. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇത്രയാണ് വെർനെസ് തിയറി പറയുന്നത്. അപ്പോൾ വെർനെസ് തിയറിയൊക്കെ ഭയങ്കര ഒരു 4 സ്റ്റാർ കാറ്റഗറിയിലൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് വരാറുണ്ട്. സോ ഇനി നമുക്ക് മറ്റൊരു സംഭവമാണ്. ഇതും ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് കോർഡിനേഷൻ നമ്പർ എന്താ? നിക്കലിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താ? സയനൈഡ് 4 അല്ലേ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകളുടെ എണ്ണമല്ലേ? അപ്പോൾ അവിടെ 4 ആളല്ലേ ഉള്ളത്? 4 ആളല്ലേ കൂടെ ഉള്ളത്? ഒരു കോർഡിനേഷൻ നമ്പറിൽ മെയിൻ ആളെ മാറ്റി നിർത്തിയിട്ട് അപ്പം അതാണ് ഇതിനകത്ത് 4 ആളുകൾ. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനിയിപ്പം അതിനകത്ത് അടുത്ത എന്താ ഉള്ളത്? ഇനിയിപ്പം അതിനകത്ത് ഇനി ഇതിൻ്റെ പ്രൈമറി വാലൻസി നിങ്ങൾ നോക്കുക. ഒറ്റ സെക്കൻഡ്. ഇതിൻ്റെ പ്രൈമറി വാലൻസി നോക്കുക. പിന്നെ 4 ഇതിൻ്റെ പ്രൈമറി വാലൻസി അല്ല. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. പൊതുവേ പ്രൈമറി വാലൻസി എന്താണ്? 0 ആണ് വരിക കേട്ടോ. ഈ നിക്കലിൻ്റെ കേസിൽ നിക്കൽ ഈ കോമ്പൗണ്ടുകളിൽ വാലൻസി എന്താ വരിക? 0 ആണ് കേട്ടോ. നിക്കലിൻ്റെ പ്രൈമറി വാലൻസി എന്താണ്? 0 ആണ്. അതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ. സെക്കൻഡറി വാലൻസി 4 ആണ്.
അപ്പം ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇതിനകത്ത് സെക്കൻഡറി നിക്കൽ, ഈ നിക്കൽ കോമ്പൗണ്ടിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. നിക്കൽ CO4 വരുമ്പോൾ ഇവിടെ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകൾ 4 എണ്ണമാണ്. പക്ഷേ പ്രൈമറി വാലൻസി എന്ന് ചോദിച്ചാൽ ഇതിന് ചാർജ് ഇല്ല, 0 ആണ്. അപ്പോൾ ഇതിനും ചാർജ് ഇല്ല, 0, മൊത്തത്തിൽ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി വാലൻസി 0 ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. നിക്കൽ കാർബണിൽ കോമ്പൗണ്ടിൽ പ്രൈമറി വാലൻസി എന്താണ്? 0 ആണ്. അത് നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനകത്തെ നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പം ഇതിനകത്ത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് കഴിയാറായിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നറിയോ, ഓർഗാനിക്കിലേക്ക് പോകും കേട്ടോ. ഇനി അതിനകത്ത് ഡബിൾ സാൾട്ടിൻ്റെ സംഭവങ്ങളും കുറച്ചും കൂടി ഉള്ളൂ, എക്സ്ട്രാഡെൻറ്റേറ്റ് എക്സാഡെൻറ്റേറ്റ് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതിനകത്ത് സ്റ്റോപ്പ് ആക്കുകയാണ്. ഓക്കെ, എന്നാൽ ലീവ് ചെയ്തോളൂ കേട്ടോ.